നമസ്കാരം, ഞാൻ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേ എന്ന യൂട്യൂബ് വീഡിയോസിലേക്ക്. ഇത് ജോബ് ഫെയറുകളുടെ ഒരു കാലമാണ്. ഒത്തിരി ജോബ് ഫെയറുകൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ശനിയാഴ്ചയും എവിടെയെങ്കിലുമൊക്കെ ജോബ് ഫെയറുകളുണ്ട്. ചിലത് മെഗാ ജോബ് ഫെയർ, ചിലത് ചോട്ടാ ജോബ് ഫെയർ. എന്നാൽ ഇതിൽ പലതും തട്ടിപ്പാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എങ്ങനെ ഈ തട്ടിപ്പാണോ നല്ലതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും? ഒരു ജോബ് ഫെയറിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ല. കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നൽകുന്ന സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലഭിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എൻ്റെ വാട്സാപ്പ് ജോബ്സ് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൗജന്യമായി മെമ്പേഴ്സ് ആകാനായിട്ട് സാധിക്കും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒരു ജോബ് ഫെയറിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ ഇവയാണ്. 1. ആരാണ് സംഘാടകർ? ഓർഗനൈസേഴ്സ് ആരൊക്കെയാണ്? പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയബിലിറ്റി സെൻറ്റർ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകൾ അല്ലെ സ്ഥാപനങ്ങൾ, ഇവരൊക്കെ നടത്തുന്ന ജോബ് ഫെയറുകൾ നമുക്ക് ധൈര്യമായിട്ട് പങ്കെടുക്കാം. എന്നാൽ ചില തല്ലിക്കൂട്ട് സംഘടനകൾ അല്ലെങ്കിൽ അറിയപ്പെടാത്ത ചില പ്രസ്ഥാനങ്ങൾ പെട്ടെന്നൊരു ജോബ് ഫെയറുമായിട്ട് വരുവാണെങ്കിൽ ശ്രദ്ധയോടെ മാത്രമേ അതിനെ സമീപിക്കാവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമത്തേത് രജിസ്ട്രേഷൻ ഫീസ്. മിക്കവാറും ജോബ് ഫെയറുകളൊക്കെ സൗജന്യമാണ്. എന്നാൽ ചില ജോബ് ഫെയറുകൾക്ക് 100 മുതൽ 400 രൂപ വരെ രജിസ്ട്രേഷൻ ഫീ ആയി വാങ്ങിക്കുന്നത് കാണാറുണ്ട്. പലപ്പോഴും ഇവരുടെ ലക്ഷ്യം നമ്മൾക്ക് ജോലി വാങ്ങിച്ചു തരിക എന്നുള്ളതായിരിക്കില്ല. അവർ ഈ ജോബ് ഫെയറിലൂടെ സമ്പന്നരാകുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഓർക്കുക, രജിസ്ട്രേഷൻ ഫീസ് ഉള്ള ജോബ് ഫെയറുകളെ അല്പം ശ്രദ്ധയോടെ അല്പം സംശയത്തോടെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ടിസിപ്പേറ്റിംഗ് കമ്പനീസ്, പങ്കെടുക്കുന്ന കമ്പനികൾ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾക്ക്, നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ കമ്പനികളാണോ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധിക്കുക. അവരുടെ വേക്കൻസികൾ നമുക്ക് യോജിച്ചതാണോ എന്നുള്ള കാര്യം കൂടി ഉറപ്പാക്കുക. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പങ്കെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കമ്പനികളൊക്കെ ഡയറക്റ്റ്ലി യഥാർത്ഥത്തിൽ അവിടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പലപ്പോഴും കമ്പനികളെ റെപ്രസെൻ്റ് ചെയ്തിട്ട്, പല കമ്പനികളെയും റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരു കൺസൾട്ടൻസി ആയിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ കമ്പനികളുടെ പേരിൽ അവരുടെ ഫ്രാഞ്ചൈസികളായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ജോബ് ഫെയറിൽ കാണുകയുണ്ടായി മാരുതി സുസുക്കി റിക്രൂട്ടിംഗ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മാരുതി സുസുക്കിയുടെ ആ നഗരത്തിലെ ലോക്കൽ ഡീലറാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ആമസോൺ റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൻ്റെ ഡെലിവറി നടത്തുന്ന ആ ലോക്കൽ പ്രദേശത്തെ കമ്പനി ആയിരിക്കും പലപ്പോഴും റിക്രൂട്ട് ചെയ്യുക. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഡയറക്റ്റായിട്ട് കമ്പനികൾ പങ്കെടുക്കുന്നുണ്ടോ അതോ കൺസൾട്ടൻസികളാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇത് നമുക്ക് അനുയോജ്യമാണോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ജോബ് ഫെയറിൽ ട്രാൻസ്പെറൻറ്റ് ഡീലിങ്സ് ആണോ എന്നുള്ളതാണ്. സുതാര്യമായി വിവരങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന കമ്പനികൾ ഏതൊക്കെ, അവർ ഓഫർ ചെയ്യുന്ന ശമ്പളം, എവിടെയൊക്കെയാണ് വർക്ക് ലൊക്കേഷൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണ്, എത്ര ആളുകളെ അവർ റിക്രൂട്ട് ചെയ്യുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ ജോബ് ഫെയറിൻ്റെ സംഘാടകർ വളരെ സുതാര്യമായി നൽകുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നല്ല ജോബ് ഫെയറുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ ആ സംഘാടകരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുമല്ലെങ്കിൽ ഒരു ബ്രോഷർ, ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ബ്രോഷർ അടിച്ച് പങ്കെടുക്കുന്നവർക്ക് നൽകാറുണ്ട്. അതൊന്നുമല്ലെങ്കിൽ വെന്യൂവിൽ ഒരു വലിയ ബാനറിൽ ഈ കമ്പനികളുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ നൽകാറുണ്ട്. ഇങ്ങനെ സുതാര്യമായിട്ട് പങ്കെടുക്കുന്ന കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാത്ത ജോബ് ഫെയറുകളെ ശ്രദ്ധയോടെ വീക്ഷിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഏതായാലും 4 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ജോബ് ഫെയറിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ല. കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക.
ഈ വീഡിയോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു തൊഴിൽ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.